ഹായ് ഒരുവാൻ വെൽക്കം ടു മോം ലൈഫ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നൈറ്റ് വ്ളോഗുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പുറത്തേക്ക് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇക്കാക്ക് ഷോപ്പിലത്തേക്കും സാധനങ്ങൾ മേടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ കറി വെച്ചിട്ട് പോകാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ചിക്കൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ തണുപ്പൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അതാ ഞാൻ ചിക്കനൊക്കെ കംപ്ലീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകിയെടുത്ത് വെള്ളം തോരാനായിട്ട് വെക്കാം കേട്ടോ.
ഇനി ചിക്കൻ കറി വയ്ക്കാനായിട്ട് സവാളയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതവിടെ കറിക്കായിട്ടെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കറി വയ്ക്കാനായിട്ട് കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ക്യാരറ്റ് എടുത്തിട്ടുള്ളത് നെയ്ച്ചോറ് വയ്ക്കാനാണ്. അപ്പോൾ നെയ്ച്ചോറിനുള്ള ക്യാരറ്റും പിന്നെ കുറച്ച് സവാളയും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഞാനൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വയ്ക്കുന്നു. വന്നിട്ട് പുറത്ത് പോയി വന്നിട്ടാകുമ്പോൾ നെയ്ച്ചോറ് വെച്ച് ചൂടോടെ തന്നെ കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി കറി വയ്ക്കാം. അതിനായിട്ട് കുക്കർ ചൂടായിട്ടുണ്ട്. കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായിട്ടാകുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ക്രഷ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. പിന്നെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ടെടുക്കാം. സവാള ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരൽപ്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരൽപ്പം ഉലുവാപ്പൊടി, പിന്നെ ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഈ കുക്കറിനൊരു 3 ഫീസിലൊക്കെ കേൾക്കേണ്ടി വരുന്നുണ്ടോ, ചിലതിന് 2 തന്നെ മതിയാവും. അപ്പോൾ ഞാൻ ആ ടൈം കൊണ്ട് തന്നെ തുണിയലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് റെഡി ആയിട്ട് നിന്നു. അപ്പോൾ താഴെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കളിറങ്ങിപ്പോയി. ഞാനപ്പോൾ വേസ്റ്റ് എടുക്കാൻ മറന്നുപോയിട്ടുണ്ട്. അപ്പോൾ അതെടുക്കാനായിട്ടാണ് കേട്ടോ തിരിച്ചു പോയത്. അപ്പോൾ വേസ്റ്റൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാനും വേഗം താഴേക്ക് പോവാണേ. അപ്പോൾ ഇതാ ഞങ്ങൾ ആദ്യം ഇക്കടെ സാധനം എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കാറിൽ എടുത്തിട്ട് സാധനം എടുക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ സാധനമൊക്കെ എടുത്ത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സ്നാക്സൊക്കെ നേരത്തെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാനേക്കാളുടെ ഷോപ്പിങ്ങും ഞങ്ങൾക്കും കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുള്ളത് കൊണ്ട് ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിനെ അടുത്ത് കിച്ചണിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് ഷോപ്പിംഗ് മാളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇറങ്ങാൻ പോയപ്പോഴേക്കൊക്കെ നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങളവിടെ അടുത്തുള്ള ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയും ഒക്കെ നാളെ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ നെയ്ച്ചോറ് നാളെ ഉച്ചത്തേക്ക് വയ്ക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങളൊരു 2 ചിക്കൻ ബിരിയാണി 1 മട്ടൻ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി നേരെ റൂമിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.